പ്രതീക്ഷകളെല്ലാം അറ്റുപോകുന്ന ഒരു ജീവിത പശ്ചാത്തലത്തിൽ നമ്മൾ യേശുക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ നിന്ന് യേശുക്രിസ്തുവിനാൽ പ്രതീക്ഷിക്കപ്പെടാത്ത നിലയിൽ നമ്മുടെ ജീവിതത്തിന് പ്രതീക്ഷയുണ്ടാകുമാർ ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ വഴികളും വെളിപ്പെടും. ജീവിതത്തിൽ പലപ്പോഴും പലരിലും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പെട്ടെന്ന് പൊടുന്നനവേ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവവികാസം, പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ തീരുമാനമെടുക്കണമെന്ന് അറിയത്തില്ല, യാതൊരു നിശ്ചയവുമില്ല. എന്നാൽ അവിടെയാണ് യേശുവിന് നിന്നെ സഹായിപ്പാൻ കഴിയുന്നത്, യേശുവിന് നിന്നിൽ മാറ്റം വരുത്താൻ കഴിയുന്നത്. യേശുവിൽ ആശ്രയിക്കുക, വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ അവസ്ഥകളെ പറയുമെങ്കിൽ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ജീവിതത്തിൽ പെട്ടെന്ന് നല്ലൊരു ജോലിയായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് മാരകമായൊരു രോഗം കയറി പിടിച്ചു. ക്യാൻസർ ആകാം, മറ്റെന്തെങ്കിലും അസുഖമാകാം, ജോലി ചെയ്യാൻ പറ്റത്തില്ല, ആശുപത്രിയിൽ നിന്ന് ഈ ആശുപത്രി വിട്ട് പോകാൻ പറ്റത്തില്ല. ആ ഒരവസ്ഥയായി, പ്രതീക്ഷ നഷ്ടപ്പെട്ടതായ ഒരു ഇടം. ഇനിയും ദൈവം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നീ എന്തെങ്കിലും വഴിയുള്ളൂ. ആ സ്ഥിതിയിലാണ് നിങ്ങൾ. എന്നാൽ യേശുവിന് നിന്നെ രക്ഷിപ്പാൻ കഴിയും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ച് നമ്മുടെ വേദനകളെ ചുമന്ന് നമുക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്ത ബലിയായി തീർന്ന യേശു ക്രിസ്തുവിലേക്ക് കടന്നു ചെല്ലുമെങ്കിൽ, ആശ്രയിക്കുമെങ്കിൽ, വിശ്വാസത്തോടെ നിന്റെ അവസ്ഥകളെ പറയുമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടും. സൗഖ്യമാക്കണ യേശു നിനക്ക് വേണ്ടി വെളിപ്പെടും. നിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ജീവിതമാർഗം ഇല്ലാതായിപ്പോയി. ഒരുപക്ഷെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആ വിദേശ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കമ്പനിയിലോ മറ്റോ ജോലി ചെയ്തിട്ട് അവിടുന്ന് പിരിഞ്ഞു പോകേണ്ട പെട്ടെന്നൊരു അവസ്ഥ അവിടെ ഉണ്ടായി. എന്തു ചെയ്യും? പുതിയ മാർഗമില്ല. ഒരു പുതിയ മാർഗം ഉണ്ടായാലേ പറ്റൂ. പിടിച്ചു നിൽക്കാനെങ്കിൽ ഒരു മാർഗം ഉണ്ടായാലേ പറ്റൂ. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ ഇനി അനാഥരായി വിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുമില്ലെന്ന്. യേശുവിൻ്റെ അടുക്കൽ നിന്റെ നിസ്സഹായാവസ്ഥ അറിയിക്കുമെങ്കിൽ, മുട്ടിപ്പായി പ്രാർത്ഥിക്കുമെങ്കിൽ, കരയുമെങ്കിൽ, അതിനകത്ത് നിശ്ചയമായിട്ടും നിന്റെ ചിന്തകൾക്കപ്പുറത്തായൊരു പൊതുവഴി കർത്താവ് തുറന്നു തരുവാനിടയായിത്തീരും. സ്തോത്രം. മക്കളെ കൊണ്ട് ഒരു തരത്തിലും പ്രതീക്ഷയ്ക്ക് വഴിയില്ല, അവർക്ക് ഉയരാനുള്ള സാധ്യതയില്ല, ഒരു പുതുവഴി അവർക്ക് തുറക്കപ്പെടുന്നില്ല. വളരെ സംഘർഷാവസ്ഥയിലാണ് കുടുംബത്തിനകത്തെ ഓരോരുത്തരുടെ അവസ്ഥകൾ. എന്നാൽ ഇതിനകത്ത് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്, സഹായിപ്പാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിലേക്ക് നിന്റെ സങ്കടങ്ങളുമായി, നിന്റെ കുടുംബത്തിനകത്തെ ആ നിസ്സഹായ അവസ്ഥയുമായി കടന്നു വരുമെങ്കിൽ അതിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. ദൈവത്തിന് നിനക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്തെല്ലാം ചെയ്തു? നിസ്സഹായ അവസ്ഥയായിരിക്കുന്ന കുരുടന്മാർക്കും ചെകിടന്മാർക്കും പക്ഷപാത രോഗികൾക്കും എല്ലാം ദൈവം വിടുതലുകളെ അയച്ചു.
മരിച്ച് 4-ാം ദിവസം നാറ്റം വെച്ച് തുടങ്ങുന്ന സമയത്ത് മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസറിനെ അവർക്ക് ഉയർപ്പിച്ച് ജീവനോട് നൽകി. ഇത്രത്തോളം ദൈവത്തിന് യേശുവിനെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ വിഷയമെന്ന് പറയുന്നത് നിസ്സാരമാണ്. സ്തോത്രം. യേശുവിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, വിശ്വാസത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന് നിന്നെ സഹായിപ്പാൻ കഴിയും. വാർദ്ധക്യമാണ്, വളരെ നിസ്സഹായതയാണ്, മക്കളുടെ ഒരു വിവരവുമില്ല, മക്കൾ അനങ്ങുന്നില്ല, എന്തു ചെയ്യും? എന്നാൽ യേശുവിൽ നീ വിശ്വസിച്ച് യേശുവിൽ ആശ്രയം പുതുക്കി സഹായം വരുന്ന പർവ്വതത്തിലേക്ക്, സ്വർഗ്ഗ പർവ്വതത്തിലേക്ക് നീ കണ്ണുകൂടി ഉയർത്തുമെങ്കിൽ യേശുവിന് നിന്റെ വിഷയത്തിനകത്ത് പ്രവർത്തിപ്പാനുള്ള പദ്ധതിയുണ്ട്, പോംവഴികളുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കെട്ടുപണികൾ അതെന്തായിക്കോട്ടെ, പെട്ടെന്ന് അത് നിന്നുപോയി. മുന്നോട്ട് പോകാൻ യാതൊരു വിധമാകുന്നതായ സാമ്പത്തികമായ സ്രോതസ്സിനില്ല, സഹായിപ്പാൻ ആരുമില്ല. കാര്യങ്ങൾ നടന്നേലേ പറ്റൂ, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. എന്നാൽ അവിടെയും യേശുവിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. കാണുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ വലിയവനായ കർത്താവിൻ്റെ കണ്ണ് കുരുടായിട്ടില്ല. പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വണ്ണം യേശുവിൻ്റെ കാത് അടഞ്ഞു പോയിട്ടില്ല. പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം യേശുവിൻ്റെ കരം കുറുതായിട്ടില്ല. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവപ്രവൃത്തി. പ്രിയമുള്ളവരെ, നിനക്ക് കർത്താവിൽ വിശ്വസിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ, വിശ്വാസത്താൽ വചനം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവപ്രവൃത്തിയില്ല. മുൻപേ കർത്താവിൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിച്ചാൽ നിനക്ക് അതോടുകൂടെ സകലവും തരാമെന്ന് യേശു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഒറ്റപ്പെടൽ എന്നൊരു അവസ്ഥയെ നേരിടുകയാണ് താങ്കളെങ്കിൽ. ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അനുഭവിക്കുന്ന വ്യക്തി ആണ് താങ്കളെങ്കിൽ ആ ഒറ്റപ്പെടുന്ന അവസ്ഥ എങ്ങനെ അനുഭവിക്കുന്നു, അപ്രകാരം അനുഭവിക്കുന്നു, ഏത് കാരണത്താൽ അനുഭവിക്കുന്നു. അതിന് നടുവിൽ യേശുവിലേക്ക് നോക്കി, യേശുവെ സഹായിക്കണമേ, യേശുവെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, എന്നെ ഒറ്റപ്പെടേണ്ട അവസ്ഥയിൽ രക്ഷിക്കണമേ എന്ന് സങ്കടത്തോടെ, തകർന്ന ഹൃദയത്തോടെ, ആവശ്യബോധത്തോടെ കർത്താവിൻ്റെതായ അനുഗ്രഹത്തിന്റെ വാതിൽക്കൽ മുട്ടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം വെളിപ്പെടുവോളം കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ഇതിന് മധ്യേ ശത്രുക്കൾക്കാണ് മേശയൊരുക്കുന്ന കർത്താവ് നിന്റെ ജീവിതത്തിൽ മറ്റുമ്പാകെ അത്ഭുതകരമായ രീതികൾ മാറ്റുന്ന ഒരു കർത്താവ് നിനക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ അതെ, നീ ആശുപത്രിയിൽ ICUവിൻ്റെ ഒരു അവസ്ഥയെ നേരിടുന്ന ഒരു വ്യക്തി, നിന്റെ മകനായിക്കോട്ടെ, മകളായിക്കോട്ടെ, നിന്റെ വീട്ടിൽ ആരുമായിക്കോട്ടെ, അവിടെ ആരുണ്ട് സഹായിക്കാൻ? ആ ICUവിലെ ആ പ്രതീക്ഷയറ്റ സ്ഥാനത്ത് ആരുണ്ട്? എന്നാൽ യേശുവിന് അവിടെയും പ്രവർത്തിക്കുവാൻ കഴിയും. യേശുവിന് ആ നിസ്സഹായസ്ഥയിൽ പ്രവർത്തിപ്പാൻ കഴിയും. നിങ്ങൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോടെ നീങ്ങി കടലിലേക്ക് പോകാൻ പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കുമെന്ന് യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ വ്യാധി നീങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ടാലും, ഏതെല്ലാം വിധത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടാലും, ജീവിതത്തിൽ ഒന്നുമില്ല, ഒന്നും ആഗ്രഹിക്കത്തക്ക ഒരു ഇടവുമില്ല എന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി മരുഭൂമിയിൽ അവിടെ നിസ്സഹായസ്ഥയിൽ ആഹാരത്തിന് മന്ന കൊടുത്തവൻ, അവരുടെ ആ ഇറച്ചി കൊതിക്ക് കാടപക്ഷിയെ നൽകിയവൻ, മരുഭൂമിയിൽ വെള്ളമില്ലാത്തടത്ത് ഉറവിനെ തുറന്നുകൊടുത്ത് അവരുടെ ദാഹം ശമിപ്പിച്ചവൻ, ആ സർവശക്തനായ ദൈവം
ഇതാ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഉണ്ട്. അവനിൽ വിശ്വസിക്കുക, അവനിൽ ആശ്രയിക്കുക. മനുഷ്യർ നമ്മെ കൈവിടുമ്പോൾ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ അവസരം ആരംഭിക്കുകയായി. ആ പ്രവൃത്തിയുടെ അവസരത്തിൻ്റെ ഒരു ഭാഗവാക്ക താങ്കളുമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അതേ താങ്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.